പാഠഭാഗം വായിക്കുന്നതിനായി ശ്രീ ജോയ് മാത്യുവിനെ ക്ഷണിക്കുന്നു. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആ പാഠഭാഗം 23-ാം സങ്കീർത്തനം 23. യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരിയിലേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഇങ്ങനെ ഇവിടെ പാഠം സാധിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. ഇടയ ശ്രേഷ്ഠനായ ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ പാദപീഠത്തെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് അടുത്തു വരുന്നു. ഈ കൺവെൻഷൻ പന്തലിൻ്റെ കീഴിൽ ഞങ്ങൾ ഒത്തുചേരുമ്പോൾ ഞങ്ങളോട് നീ വ്യക്തിപരമായി ഇടപെടണമേ. അങ്ങയുടെ ശബ്ദം ശ്രവിപ്പാൻ തക്കണമേ. ഞങ്ങളെ ഹൃദയങ്ങളെ ഏകാഗ്രപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 103-ാമത് മല്ലപ്പള്ളി യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷൻ്റെ പ്രാരംഭ യോഗത്തിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കുവാൻ സാധിക്കുന്നു എന്നത് ഏറെ സന്തോഷം. പ്രത്യേകിച്ച് വന്ധ്യനായ വികാരി ജനറൽ അച്ഛൻ ജോർജ് സക്കറിയ അച്ഛൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർപ്പിച്ചതുപോലെ പുന്നിക്കാട് ഞങ്ങളുടെ എൻ്റെയും കൂടെ വികാരിയായിരുന്നു. പുന്നിക്കാട് മർത്തോമ ഇടവക വികാരിയായിരിക്കുമ്പോൾ മർത്തോമക്കാരുടെ ഇടയിലാണ് ഞങ്ങളുടെയും വീട്. മുടക്കം കൂടാതെ ഞങ്ങളെയും വിസിറ്റ് ചെയ്യുമായിരുന്നു. അന്നു മുതൽ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ സ്നേഹിക്കുകയും കരുതുകയും ചെയ്തിരുന്ന അച്ഛൻ്റെ സാന്നിധ്യം ഏറെ സന്തോഷം. മല്ലപ്പള്ളിയുടെ തന്നെ സന്താനമായ അടൂർ ഭദ്രാസനത്തിൻ്റെ ചുമതലയിലായിരിക്കുന്ന വികാരി ജനറൽ കെ വി ചെറിയാൻ അച്ഛൻ്റെ സാന്നിധ്യവും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഈ കൺവെൻഷൻ്റെ പ്രസിഡന്റ് തുടങ്ങി മറ്റെല്ലാ വന്ധ്യരായ അച്ഛന്മാരോടും സഭാ ശുശ്രൂഷകരോടും കൊച്ചമ്മമാരോടും വിശ്വാസ സമൂഹത്തോടും ചേർന്ന് ദൈവത്തെ ഒന്നിച്ച് പാടി സ്തുതിപ്പാൻ ലഭിച്ച ഈ സന്ദർഭം ഏറെ വിലപ്പെട്ടതായി കരുതട്ടെ. ഈ കൺവെൻഷന് വരണം എന്നത് ഒരു നിർബന്ധമായതുകൊണ്ട് മറ്റ് മാർഗമൊന്നുമില്ല എന്നുള്ളതാണ് കൺവെൻഷൻ പ്രസംഗിക്കുന്നതിനുള്ളൊരു കാരണം. നമ്മളുടെ ഇന്നത്തെ ഒന്നിച്ചുള്ള ചിന്തയ്ക്ക് 23-ാം സങ്കീർത്തനമായി എടുത്തിരിക്കുന്നു. CSI സഭയുടെ ലെക്ഷണറി അനുസരിച്ച് ഇന്ന് വായിക്കേണ്ടിയിരുന്ന സങ്കീർത്തന ഭാഗവും അത് തന്നെ. വളരെ പരിചിതമായ ഒരു സങ്കീർത്തനം.
അതുകൊണ്ട് എന്ത് പറയുവാൻ തുടങ്ങിയാലും അതിനു മുൻപേ നമുക്കെല്ലാവർക്കും ആ പ്രസംഗം പരിചിതമായതുകൊണ്ട് വ്യക്തതയോടെ നമുക്ക് സംസാരിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ചിന്തിക്കുന്നതിനും പഠിക്കുന്നതിനും സാധിക്കട്ടെ. ഞാൻ ഈ സങ്കീർത്തനത്തിന് തലക്കെട്ട് കൊടുത്തു, സ്വർഗീയ ഇടയനോടൊപ്പമുള്ള ജീവിതയാത്ര. ഇതാണ് ഞാൻ കൊടുത്തൊരു തലക്കെട്ട്. എ ലൈഫ് ലോങ് ജേർണി വിത്ത് ദ ഡിവൈൻ ഷെപ്പേർഡ്. ജീവിതം ഒരു യാത്രയാണ്. ആ പശ്ചാത്തലത്തിലാണ് സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. ജീവിതത്തെ സ്വർഗീയ ഇടയനോട് ഉപമിച്ച് തൻ്റെ ജീവിതത്തെ നവദർശനത്തോടെ കാണുന്നതിന് ശ്രമിക്കുന്ന ഒരു ദാവീദിൻ്റെ ചിത്രമാണ് 23-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുന്നത്. എന്തുകൊണ്ടാണ് ദാവീദ് അങ്ങനെ കാണുവാൻ ശ്രമിക്കുന്നത്? ദാവീദിന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് എഴുതപ്പെട്ട ഒരു സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിലെ ഓരോ വാക്യങ്ങളും നമ്മൾ വിശദമായി പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ ദാവീദിന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ഇത് എഴുതപ്പെട്ടു എന്നത് വ്യക്തമാണ്. നമുക്കറിയാം, ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം അതൊക്കെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത്. ഇശ്ശായിയുടെ മക്കളിൽ ഏറ്റവും ഇളയവനായ ദാവീദ് ഒരാട്ടിടയനായിരുന്നു. അപ്പോൾ ആടും ഇടയനുമായുള്ള ബന്ധം വളരെ പരിചിതമായതാണ്. ആടുകൾ ഇടയനെ പരിപൂർണമായി ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഭക്ഷണം, വഴി നടത്തൽ, അതിൻ്റെ സംരക്ഷണം, ഇതെല്ലാം ഇടയന്റെ ചുമതലയും. ഒരു ആട്ടിടയൻ എന്ന നിലയിൽ ദാവീദിനെ സംബന്ധിച്ചോളം ഇത് വളരെ പരിചിതമായതാണ്. ആ പശ്ചാത്തലത്തിൽ സങ്കീർത്തനം എഴുതുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഒരാട്ടിടയിൽ നിന്ന് ഒരു രാജാവായി ഉയർത്തപ്പെടുന്ന ദാവീദിനെയാണ് നമ്മൾ ദർശിക്കുന്നത്. അതും ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായത്തിൽ തന്നെയാണ്. അതിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇടയനായിരുന്ന, ആടുകളുടെ ഇടയനായിരുന്ന ദാവീദിനെ ആളുകളുടെ ഇടയനായി ഉയർത്തപ്പെടുന്നു. അവിടെ അനോയിന്റ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. സമയം പരിമിതമാണല്ലോ, 8 മണിക്ക് നമ്മൾ അവസാനിപ്പിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകട്ടെ. അതുമാത്രമല്ല, രാജാവായി ഉയർത്തപ്പെട്ടു എന്ന് മാത്രമല്ല, പ്രതിസന്ധിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച ദാവീദ്. അതും ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ തന്നെയാണ്. 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിനെ 50 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് ഗോലിയാത്തിനെ നേരിട്ടതിനെ പറ്റിയാണ്. അപ്പോൾ ദൈവത്തിന്റെ അദൃശ്യമായ കരം, ദൈവിക സാന്നിധ്യം തന്റെ ജീവിതത്തിൽ അനുഭവിച്ചതിനെ ഓർമ്മ വെച്ചുകൊണ്ട് ദാവീദ് ഈ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തുന്നു. വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ ആട്ടിടയൻ എന്ന നിലയിൽ, രാജാവ് എന്ന നിലയിൽ പ്രതിയോഗിയെ നേരിടുന്നതിന് ദൈവം തമ്പുരാൻ നൽകിയ വലിയ കരുതലിനെ ഓർത്ത് ഇതെല്ലാം ആ ഭാഗത്ത് പ്രതിപാദിക്കപ്പെടുകയാണ്. അതുമാത്രമോ, ഒരു വലിയ ദേവാലയത്തിന്റെ ശില്പിയായിരുന്നു. എന്താ, ബിഷപ്പിന് തെറ്റിപ്പോയി എന്ന് ഓർക്കാമല്ലേ? ശലോമോനാ പണിതത്, ശരിയാണ്. പക്ഷേ ഞാൻ പറയും, ആ ദേവാലയത്തിന്റെ ശില്പി ദാവീദാണ്. വേണ്ടതെല്ലാം ക്രമീകരിച്ചു.
മകനെ അതിനൊരുക്കി, ജനത്തെ സജ്ജമാക്കി, തൻ്റെ കൈവശമുള്ള സമ്പത്തും ഏൽപ്പിച്ചു കൊടുത്തു. പിന്നെ എങ്ങനെ ശില്പിയല്ലെന്ന് പറയാതിരിക്കാൻ ഒക്കുന്നത്? ഒരു ആലയത്തിന്റെ ശില്പിയായിരുന്ന ദാവീദ് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ലല്ലേ. ലോകരക്ഷിതാവായ മശീഹായുടെ അഥവാ വീണ്ടെടുപ്പുകാരന്റെ പ്രക്രിയയുടെ ഭാഗമായി അബ്രഹാം മുതൽ ദാവീദ് വരെയുള്ള ചരിത്രം. ഇങ്ങനെ നീണ്ടുപോകുന്ന തികഞ്ഞ ജീവിത അനുഭവത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ദാവീദ് എഴുതിയതാണ് ഈ സങ്കീർത്തനം. ഈ പശ്ചാത്തലങ്ങളെല്ലാം ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളതല്ലേ ഒരു യാഥാർത്ഥ്യം. തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും ഈ സങ്കീർത്തനത്തിൽ പ്രതിപാദിക്കപ്പെടുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. ഞാൻ ഈ സങ്കീർത്തനത്തെ കാണുവാൻ ശ്രമിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ രണ്ട് വ്യത്യസ്തമായ വീക്ഷണത്തെ പറ്റിയാണ് ഒന്നാം ഭാഗത്ത് പ്രതിപാദിക്കുവാൻ ചിന്തിക്കുന്നത്. 2-dimensional vision about our life. ജീവിതത്തെ പറ്റി ഒത്തിരി പ്രതീക്ഷകളുള്ളവരാണ് ഞാനും നിങ്ങളും. പക്ഷേ ജീവിതത്തിൻ്റെ രണ്ട് വ്യത്യസ്തമായ വീക്ഷണങ്ങളെ പറ്റി 23-ാം സങ്കീർത്തനത്തിൽ ഈ ദാവീദ് പ്രതിപാദിക്കുക. വെറും സിമ്പിളായ രണ്ട് കാര്യങ്ങളാണ്. ഒന്നാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നു, ദൈനംദിനം എന്നെ നടത്തുന്ന ദൈവം. 2, 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ആയുഷ്കാലം മുഴുവൻ എന്നെ നടത്തുന്ന ദൈവം. എന്നെ ദൈനംദിനം നടത്തുന്ന ഒരു ദൈവം. വിശ്വാസ സമൂഹമേ, നമ്മൾ ആഗ്രഹിക്കുന്ന ഇത് മാത്രമല്ലേ എപ്പോഴും? എന്നെ ദൈനംദിനം നടത്തുന്ന ഒരു ദൈവത്തെ മതി എനിക്ക്. ഇതല്ലേ പലപ്പോഴും നമ്മുടെ ചിന്ത. അന്നത്തെ ആഹാരം തന്ന്, എനിക്ക് ആവശ്യമായ പുൽപ്പുറങ്ങളും കാട്ടിത്തന്ന്, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്ന ഒരു ദൈവത്തെ മതി എനിക്ക്. ഇതല്ലേ പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും കാഴ്ചപ്പാട്. എന്നാൽ ഈ ദൈവത്തിൻ്റെ നന്മയും കരുണയും എൻ്റെ ജീവിതകാലം മുഴുവൻ എന്നെ പിന്തുടരുന്നു. ഈ ഒരു വലിയ ദീർഘവീക്ഷണത്തെ പറ്റി കൂടെ സങ്കീർത്തനക്കാരൻ ഇവിടെ ഓർപ്പിക്കുക. നമ്മുടെ ജീവിതം പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അന്നത്തേക്കുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചു പോകുന്നൊരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതല്ല ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യമെന്ന് സങ്കീർത്തനക്കാരൻ എടുത്തു പറയുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ജീവിതത്തെ പറ്റി നിനക്കും എനിക്കും ഒരു ദീർഘവീക്ഷണം ഉണ്ടാകണം എന്ന് പറയുന്നത്. ആയുഷ്കാലം മുഴുവൻ ജീവിക്കേണ്ട ജീവിതത്തെ പറ്റിയുള്ള ബോധ്യമുണ്ടാകണം. അർത്ഥത്തിൽ പറഞ്ഞാൽ നാളെയെ പറ്റിയുള്ള എൻ്റെ ജീവിതത്തിന് ഒരു പ്രതീക്ഷയുണ്ടാകണം എന്ന് ദാവീദ് ഇവിടെ എടുത്തു പറയുവാൻ ശ്രമിക്കുക. ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് ചിന്തിച്ച് ദിനംതോറും ജീവിപ്പാൻ സാധിക്കണം. ഒരു ചോദ്യം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടതല്ലേ? CSI സഭ മധ്യകേരള മഹായിടവക ഈ വർഷം ഇയർ ഓഫ് റിന്യൂവൽ ആയിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പുതുക്കത്തിൻ്റെ വർഷമാണ്. വ്യക്തി ജീവിതത്തിൽ ഒരു പുതുക്കം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയാണ് സഭ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈനംദിനം നീ ദൈവത്തോടൊത്ത് നടക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കുമോ? എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഈ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ?
അന്നത്തേക്കുള്ള ആഹാരം തരണമേ എന്ന് എന്നും പ്രാർത്ഥിക്കുന്ന എനിക്ക്, നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ഈ ദിനവും സാധിച്ചിട്ടുണ്ടോ? ജീവിതകാലം മുഴുവൻ നടക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ജനനം മുതൽ ഇന്നുവരെ ജീവിതകാലം മുഴുവൻ ഈ ദൈവത്തോടൊത്ത് നടക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ഈ ഒരാഴ്ചത്തെ വചന കേൾവി എന്നെയും നിങ്ങളെയും നമ്മുടെ വ്യക്തി ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യുവാൻ, എന്റെ നടപ്പിൽ വന്നുപോയ ബലഹീനതകളെ കണ്ടെത്തുവാൻ, ഈ കൺവെൻഷൻ വേദികൾ ഒരു തിരുത്തലിന്റെ വേദിയായി, ഒരു പുതുക്കത്തിന്റെ അനുഭവമായി മാറേണ്ടിയിരിക്കുന്നു. ദാവീദ് ഓർപ്പിക്കുന്ന രണ്ട് വ്യത്യസ്തമായ വീക്ഷണമാണ്. ഇന്നേ പറ്റി മാത്രം ഓർത്ത് ജീവിക്കേണ്ടതല്ല, പിന്നെയോ ഒരു ജീവിത വീക്ഷണം. ആയുഷ്കാലം മുഴുവൻ ഈ ദൈവത്തെ മുറുകെ പിടിക്കും. പാലം കടക്കുവോളമല്ല, പാലം കടന്നാലും ഈ ദൈവത്തെ എനിക്ക് വേണമെന്ന് പറയുന്ന, പക്ഷെ ഞാനും നിങ്ങളും പലപ്പോഴും മറന്നു പോകുന്നവരല്ലേ അവിടെ. കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ മുറുകെ പിടിക്കുന്നവരല്ലേ ഞാനും നിങ്ങളും. നീങ്ങട്ടെ, സമയം പോകുന്നല്ലോ. രണ്ടാമത് രണ്ട് വ്യത്യസ്തമായ, ഒന്നാമത് ഈ സംഘത്തിൽ കാണാൻ ശ്രമിച്ചത് രണ്ട് വീക്ഷണമായിരുന്നുവെങ്കിൽ, ഈ സങ്കീർത്തനത്തിൽ നമുക്ക് തുടർന്ന് കാണുവാൻ സാധിക്കുന്നത് ജീവിതത്തിന്റെ പച്ചയായ രണ്ട് ഭാഗങ്ങളെ പറ്റി, the two sides of life. രണ്ടാം വാക്യത്തിൽ പറയുക, പച്ചയായ പുൽപ്പുറമാ ഒന്ന്. രണ്ട്, നാലാം വാക്യത്തിൽ പറയുക, ഊരിൽ താഴ്വരയുടെ അനുഭവം. ദാവീദ് കടന്നുപോയ ജീവിത അനുഭവത്തിൽ നിന്ന് വ്യക്തതയോടെ ദാവീദ് രേഖപ്പെടുത്തുന്നത്, ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് പച്ചയായ പുൽപ്പുറം മാത്രമാണ്. ഇത് രണ്ടും പക്ഷേ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയുവാൻ സാധിക്കണം. എന്നാൽ പലപ്പോഴും ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് ഈ പച്ചയായ പുൽപ്പുറങ്ങൾ മാത്രമാണ്. തണുത്ത വെള്ളവും സൗഭാഗ്യങ്ങളും. നമ്മുടെ പ്രാർത്ഥനയൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇത് മാത്രമല്ല, ഈ പച്ചയായ പുൽപ്പുറത്തിന്റെ പ്രാർത്ഥനയല്ലേ പലപ്പോഴും നമ്മളുടേത്. ദൈവം ഈ സാധ്യതകളൊക്കെ തരുമ്പോഴോ അതിൽ മതിക്കുന്ന സ്വഭാവം, മതിമറന്ന് ജീവിച്ചു പോകുന്ന സ്വഭാവം, ജീവിച്ചു പോയ എന്റെയും നിങ്ങളുടെയും ബലഹീനതകൾ, അതിനെപ്പറ്റി നമ്മെ ഒന്ന് തിരിഞ്ഞു ചിന്തിക്കുവാൻ ആഹ്വാനം ചെയ്യുക. കിട്ടിയില്ലെങ്കിലോ ആ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന അനുഭവം. ഞാൻ ഇടവപ്പട്ടക്കാരനായി ശുശ്രൂഷ ചെയ്ത ഒരു ദേവാലയത്തിൽ രണ്ടമ്മച്ചിമാരുണ്ടായിരുന്നു. മുടക്കം കൂടാതെ ഞങ്ങളുടെ കൂട്ടായ്മ യോഗത്തിൽ വന്ന് പങ്കെടുത്തിരുന്ന രണ്ടമ്മച്ചിമാർ. ഈ അമ്മച്ചി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്റെ കൊച്ചുമകനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. രോഗിയാ. ആ കൊച്ചു പൈതലിന്റെ വിടുതലിന് വേണ്ടി മുടക്കം കൂടാതെ പ്രാർത്ഥിച്ചിരുന്ന ഒരമ്മച്ചി. അടുത്ത മാതാവോ തന്റെ സ്വന്തം മകളുടെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ കൂട്ടായ്മക്കാര് മുഴുവൻ തുടർച്ചയായി പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ വല്യമ്മച്ചിയുടെ കൊച്ചുമകനും മരിച്ചുപോയി. ഞാൻ രണ്ടാമത് പറഞ്ഞ അമ്മച്ചിയുടെ മകളും മരിച്ചുപോയി. പക്ഷെ എന്താ സംഭവിച്ചത്? രണ്ടുപേരുടെയും പ്രതികരണം, സ്വന്തം മകൾ പ്രാർത്ഥിച്ചിട്ടും ലഭ്യമാകാതെ ദൈവം തിരിച്ചു വിളിച്ചപ്പോൾ വിദൂരയിലായിരുന്ന ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, നമ്മുടെ മകള് പോയി, വേഗം വരണം. രണ്ടാമത്തെ അമ്മച്ചി എന്ത് ചെയ്തെന്നറിയാമോ? ഞാൻ പ്രാർത്ഥിച്ചിട്ട് മറുപടി തരാത്ത ദൈവത്തെ എനിക്കെന്തിനാ? കുറെ കാലം
ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് മാറി നിന്നു. വിശ്വാസ സമൂഹമേ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഞാനും നിങ്ങളും പ്രതീക്ഷിക്കുന്നത് പച്ചപ്പുൽപ്പുറത്തിന്റെ അനുഭവങ്ങൾ മാത്രമാണ്. ഞാനത് ചോദിച്ചു എനിക്ക് തന്നില്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന അനുഭവത്തിലല്ലേ ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത്? എനിക്ക് ലഭിച്ചാലോ ആവശ്യത്തിൽ കൂടുതൽ ചെലവഴിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി ഇന്ന് ഞാനും നിങ്ങളും. ആവശ്യത്തിൽ ഇരിക്കുന്നവരെ മറന്നു പോകുന്ന ഒരു സംസ്കാരത്തിലാണ് ജീവിക്കുന്നത്. സഭകൾ ഇന്ന് പരിസ്ഥിതി വിഷയങ്ങളിൽ കൂടുതൽ പ്രാധാന്യത നൽകുന്നുണ്ട്. ചിലരെങ്കിലും അതിനെ വിമർശിക്കുന്നുമുണ്ട്. അതാണോ ക്രൈസ്തവ ദർശനമെന്ന്? തീർച്ചയായിട്ടും അതും ക്രൈസ്തവ ദർശനമാണ്. ഞാൻ ജീവിക്കുന്നല്ലോ അവിടെ ഒരു DYSPയും ആ നാട്ടിലെ MLAയും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും പറഞ്ഞൊരു കാര്യമുണ്ട്: പിതാവേ, എങ്ങനെയെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണം. കാരണം അവരെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവുക തെറ്റിലേക്ക്, ഈ കെമിക്കലിന്റെ പിൻപിലേക്ക് അവരെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ലോകം. എത്ര കുഞ്ഞുങ്ങളാണ് കൈവിട്ടു പോകുന്ന അനുഭവങ്ങൾ. അതുകൊണ്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുക, നമ്മുടെ ശത്രു നമ്മിൽ തന്നെയാണ്, നാം തന്നെയാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് എൻ്റെ ജീവിതത്തെ നിയന്ത്രിപ്പാൻ, എൻ്റെ മനസ്സിനെ നിയന്ത്രിപ്പാൻ, എൻ്റെ ഇച്ഛകളെ നിയന്ത്രിപ്പാൻ ദൈവം തമ്പുരാന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക മാത്രമേ ഉള്ളൂ മാർഗം. എൻ്റെ അതിമോഹങ്ങളും എൻ്റെ അത്യാഗ്രഹങ്ങളുമല്ലേ പലപ്പോഴും എന്നെ കൊണ്ട് പടുകുഴിയിൽ ചാടിക്കുന്നത്? തെറ്റായ പന്ഥാവിലേക്ക് എന്നെയും നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നത് എൻ്റെ അതിമോഹങ്ങളല്ലേ? നെഹമ്യാവിന്റെ പുസ്തകം വായിച്ചു വരുമ്പോൾ നെഹമ്യാവ് ആ മതിലുകളൊക്കെ പണിയുന്ന പ്രക്രിയയിൽ നാം കാണുന്നൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. നെഹമ്യാവ് നേരിടുന്ന പ്രതിസന്ധി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അവിടെ ജനങ്ങൾ അവിടെ എതിർക്കു വരുന്നതായ ഒരു അനുഭവം. അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ, നമുക്ക് സമയമില്ല. 7-8 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ സൻബല്ലത്തും തോബിയാവും ഒക്കെ നെഹമ്യാവിനെ എതിർക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാകും. പുറത്തുനിന്ന് വരുന്ന ശത്രുക്കളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷേ നിന്റെ സഭയിൽ നിന്റെ കൂടെ നടന്ന് നിന്റെ സഭയിൽ തകർക്കുന്നവരെ തിരിച്ചറിയുവാൻ ബുദ്ധിമുട്ട്. നിന്റെ കുടുംബത്തിൽ നിന്നോട് ചേർന്ന് നിന്ന് ആ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യുന്നത് തിരിച്ചറിയുവാൻ ബുദ്ധിമുട്ടാണ്. 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കൂടെയുള്ള ചുമട്ടുകാരും ശക്തി ക്ഷയിച്ചു പോകുന്നു, കല്ലും മണ്ണും ഇനിയും വളരെ കിടക്കുന്നു, ആകയാൽ മതിൽ പണിയുവാൻ നമുക്ക് കഴിയില്ല. നെഹമ്യാവിന് അതുവരെ സൻബല്ലത്തിനെയും തോബിയാവിനെയും ഒക്കെ നോക്കിയാൽ മതിയായിരുന്നു. പ്രഷർ ഫ്രം ഇൻസൈഡ്. തിരിച്ചു വരാം. നമ്മുടെ ശത്രുക്കൾ പലപ്പോഴും നാം തന്നെയാണ്, ഇല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളത്. പുറമേയുള്ള ശത്രുക്കളെയും അവരുടെ തന്ത്രങ്ങളെയും തിരിച്ചറിയുവാൻ നമുക്ക് എളുപ്പമാണ്. അതുകൊണ്ടാണ് നാം ഒരു കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഇച്ഛകൾ പലപ്പോഴും നമ്മെ പൈശാചികതയിലേക്ക് കൊണ്ടെത്തിക്കല്ലേ? ഈ ദിനംതോറും വായിക്കുന്ന, പേപ്പറിൽ വായിക്കുന്ന അറുംകൊലകളുടെ ചിത്രങ്ങൾ, ദാരുണമായ കൊലപാതകങ്ങളുടെ ചിത്രങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. എത്രയോ വേദനാജനകമായ അനുഭവങ്ങളാണ്. അവന്റെ മനസ്സിൽ ഉടലെടുക്കുന്ന നീചമായ ചിന്തകളുടെ ആലോചനയുടെ ഫലം. നീ ദൈവത്തിന് നിന്റെ സ്പേസ്, ഹൃദയത്തിന്റെ സ്പേസ് നൽകിയില്ലെങ്കിൽ അവിടെ കയറിയിരിക്കാൻ വേറെ ആളുകൾ എത്തും. അത് നിന്നെ തെറ്റിലേക്ക്, പടുകുഴിയിലേക്ക് കൊണ്ടെത്തിക്കും. എൻ്റെ സമയം ഏകദേശം അവസാനിക്കാനുള്ളൂ. ഞാൻ നീങ്ങട്ടെ പെട്ടെന്ന്. നീ തന്നെ നിനക്ക് ശത്രുവെങ്കിൽ ആ ശത്രുവിനെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ദാവീദിനെ സംബന്ധിച്ച ഒരു അർത്ഥത്തിലും ചിന്തിച്ചു നോക്കിക്കേ. തൻ്റെ സ്വന്തം പിതാവ്
ഞാൻ പറയും ഇശായി പോലും ദാവീദിന് ശത്രുവായിരുന്നു എന്ന് പറയും. എന്താ? മക്കളെയെല്ലാം കാണിക്കാൻ പറഞ്ഞു, രാജാവാക്കാൻ. 7 പേരെ കൊണ്ട് കാണിച്ചു. ഇനിയും ആരെങ്കിലും ഉണ്ടോ? ആടിനെ തീറ്റി നടക്കുന്ന ഒരു കൊച്ചനുണ്ട്, അവനെ വിളിക്കാം. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മക്കളെ തുല്യതയോടെ നിലനിർത്തുവാൻ, ഒന്ന് സ്നേഹിപ്പാൻ സാധിക്കുന്നുണ്ടോ? വേദപുസ്തകം പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ മക്കളെ വേർതിർത്തിയതയോടെ വളർത്തിയതിന്റെ ഫലമായി, സ്നേഹിച്ചതിന്റെ ഫലമായി കുടുംബങ്ങൾ തകർന്നുപോയ ചരിത്രം, മക്കൾ രണ്ടു വഴിക്ക് പോയതിന്റെ ദീർഘമായ ചരിത്രം വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയരെ, പോട്ടെ, തിരിച്ചു വരട്ടെ. മക്കളെ വില കുറച്ച് കാണരുത്. എന്നാൽ ദൈവം ദാവീദിനെ അവിടെ എടുത്ത് അഭിഷേകം ചെയ്യുക. അവസാന ഭാഗത്തേക്ക് വരട്ടെ. പ്രതികൂലതകളുടെ നടുവിൽ നമ്മെ കരുതുന്ന, നമ്മെ അനോയിന്റ് ചെയ്യുന്ന ഒരു വലിയ ദൈവം ഇന്നും ജീവിക്കുന്നു. എന്തിനാ എന്നെയും നിങ്ങളെയും അനോയിന്റ് ചെയ്താക്കുന്നത്, അഭിഷേകം ചെയ്താക്കുന്നത്? ഈ ക്രിസ്തുവിന്റെ സാക്ഷികളാകുവാൻ. അതിന് അച്ഛനും ഉപദേശിയും ബിഷപ്പും ഒന്നും ആകണമെന്നില്ല. ഒരു ദൈവ പൈതലായി ജീവിച്ചാൽ എനിക്കും നിങ്ങൾക്കും ഈ ക്രിസ്തുവിന്റെ സാക്ഷിയായി സമൂഹത്തിലേക്ക് ഇറങ്ങുവാൻ സാധിക്കും. നമ്മുടെ പ്രവർത്തന മേഖലകളിൽ ദൈവത്തെ ചൂണ്ടിക്കാണിക്കുവാൻ എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ പ്രവർത്തനത്തിലൂടെ ഈ ദൈവത്തെ ചൂണ്ടിക്കാണിപ്പാൻ നമുക്ക് സാധിക്കണം. അതിന് സാധിക്കുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കാം. അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. 6-ാം വാക്യം, ഏറ്റവും അവസാനം ദാവീദ് പറയുക, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ പ്രതീക്ഷയും പ്രത്യാശയും അതായിരിക്കണം. ഒരു ദീർഘവീക്ഷണത്തിന്റെ അനുഭവമാകണം. ഇന്നും നാളെയും കഴിഞ്ഞുകൂടുന്നതിനെ പറ്റിയല്ല. നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും ഇന്നും നാളെയും ഉള്ളതിനെ പറ്റിയല്ലേ? ഈ ഒരു വലിയ ദീർഘവീക്ഷണം എന്താ? ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദൈവത്തോടൊപ്പം, ദൈവത്തോട് മാത്രം ചേർന്ന് ജീവിക്കുമെന്ന് പറയുന്ന വലിയൊരു അനുഭവം. അബ്രഹാമിന്റെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ പ്രയാണം ആരംഭിച്ച ഘട്ടങ്ങൾ, എവിടെ പോയാലും, ഏത് സ്ഥലത്ത് ചെന്നാലും ഒരു യാഗപീഠം പണിതിട്ടേ മുന്നോട്ട് പോകത്തുള്ളൂ. ഒരു സാക്ഷ്യത്തിന്റെ അനുഭവം നിലനിർത്തിയേ പോകാറുള്ളൂ. ഒന്ന് തിരിഞ്ഞു നോക്കാമോ? എൻ്റെ ജീവിതത്തിൽ സാക്ഷി അനുഭവങ്ങൾ എത്ര നിലനിർത്തുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നൊന്ന് സ്വയം ശോധന ചെയ്യാമോ? അബ്രഹാം നടന്നുപോയ വഴികളിലെല്ലാം യാഗപീഠങ്ങൾ പണിതുപോയി. ദാവീദ് ഞാൻ തുടങ്ങിയിടത്തൊക്കെയാ തിരിച്ചു വരുന്നത്. ആലയം പണിയുവാൻ എല്ലാ ക്രമീകരണവും ചെയ്തു. നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അടുത്ത തലമുറയെ ഈ ദൈവസ്നേഹത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തുവാൻ, ആ ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള വലിയ ബാധ്യത നമുക്കുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മക്കൾ ഇന്ന് നമ്മോടൊപ്പം ഇല്ലായിരിക്കാം. ഉണ്ടായിരുന്ന സമയത്ത് അവരെ ആ ബോധ്യത്തിൽ വളർത്തിയെങ്കിൽ ഒരിക്കലും ആ കുഞ്ഞുങ്ങൾ ദൈവത്തെ വിട്ടു പോകത്തില്ല. ശലോമോൻ ആലയമൊക്കെ പണിതു. ദാവീദിന്റെ വലിയ ദൃഢനിശ്ചയമായിരുന്നത്, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഈ ഒരാഴ്ചത്തെ കൺവെൻഷൻ ഈ ദൈവവുമായുള്ള ആ ഒരു വലിയ ദീർഘയാത്ര പ്രയാണം ചെയ്യേണ്ടതാണെന്നുള്ള ബോധ്യത്തിലേക്ക് വരുവാൻ നമുക്കിടയാക്കുന്നതാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ, ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്ന നല്ല ഇടയനായ യേശു കർത്താവിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ സാധിക്കുമോ? ഈ ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്ന നല്ല ഇടയൻ. ദാവീദ് ഈ സങ്കീർത്തനത്തിൽ ഓർപ്പിക്കുവാൻ ശ്രമിച്ചത് അതാ. ഈ നല്ല ഇടയനെ നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരികയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വസ്ഥത നൽകുന്ന,
അനുഭവം മാത്രമല്ല, പ്രതികൂലതകളുള്ളതാണ്. പച്ചപ്പുൽപ്പുറപ്പിൻ്റെ അനുഭവങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷങ്ങൾ, ശാന്തമായ അനുഭവങ്ങൾ, പ്രക്ഷുബ്ധമായ അനുഭവങ്ങൾ. ഇതിൻ്റെയൊക്കെ നടുവിൽ ദൈവത്തെ മുറുകെ പിടിച്ച് മുന്നേറുവാൻ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മെ ശക്തീകരിച്ച് ബലപ്പെടുത്തുമാറാകട്ടെ. ആമേൻ.